ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇപ്പോൾ രാവിലെ തന്നെ നല്ല വെയിലായിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ. നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിട്ട് നിൽക്കുകയാണ്. നമുക്കിങ്ങനെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് നിന്നാൽ പോരല്ലോ, കിച്ചണിലേക്ക് കയറണ്ടേ. എന്തുണ്ടാക്കും എന്ന് ഒരു പ്ലാനിങ് ഇല്ലാണ്ടാണ് കേട്ടോ കിച്ചണിലേക്ക് കയറിയേക്കുന്നേ. എന്തായാലും ഇന്ന് ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. അപ്പം ഞാൻ ഓർത്ത് തന്നാൽ ഇടിയപ്പവും മുട്ടക്കറിയും തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ദാ മുട്ട പുഴുങ്ങിയിട്ടുണ്ട്, ഇടിയപ്പത്തിനുള്ള പൊടി വാട്ടിയിട്ടുണ്ട്, കറികൾക്കുള്ള സവാളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇടിയപ്പത്തിന് ഇതാ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കി മാറ്റി വെക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ അച്ചിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കറികളുടെ പരിപാടിയൊക്കെ ഇവിടെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിനുള്ള അച്ചില് വെളിച്ചെണ്ണ പുരട്ടിയതിന് ശേഷം ആവശ്യത്തിന് തേങ്ങയും ചേർത്ത് കൊടുത്ത് ദാ ഇടിയപ്പം ആക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ആവി വന്നു കഴിയുമ്പോഴത്തേനും നമുക്കിതങ്ങോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറിയിലേക്ക് ഇതാ പുഴുങ്ങിയ മുട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉച്ചക്കത്തേക്ക് നമുക്ക് ചിക്കനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ. നമ്മളുടെ എഗ് റോസ്റ്റ് ഇതാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. സവാള നന്നായി മൊരിയിച്ചതിൽ ചിക്കനും കൂടെ ആവശ്യത്തിന് മസാലയും ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് ഇതാ ചിക്കൻ വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഈസി ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറികളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ദാ ചെടി നടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് അടുത്ത വീട്ടിലെ ചേട്ടൻ തന്നാണ് കേട്ടോ ബോഗൺ വില്ലാസിൻ്റെ കുറച്ച് കൊമ്പുകൾ. അപ്പം നമ്മൾ ബയോബിനിലെ വളം ചേർത്തിട്ടാണ് കേട്ടോ നടന്നത്. ബയോബിനിലെ വളവും കുറച്ച് മണ്ണും കൂടി ചേർത്തിട്ട് ഇതാ ചെടികളൊക്കെ നട്ടുവെച്ചിട്ടുണ്ട്. ഇതൊക്കെ അങ്ങനെ നട്ടിരിക്കുന്ന ചെടികളാണ് കേട്ടോ. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം എൻ്റെ ചെടി നടൽ ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം കുട്ടികൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് കേട്ടോ. ചെറുപയർ പായസമാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഫുൾ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഓക്കെ, താങ്ക് യു.